ശ്രീ ഗുരുവായൂരപ്പനെ ഒരു വർഷമായിട്ട് ഞാനും ആരാധിക്കുന്നു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത കുട്ടിയുടെ പേരിലുള്ള വെണ്ണ കൊണ്ടുള്ള തുലാഭാരം വഴിപാട് നടത്തുന്നതിനായിട്ട് ഞങ്ങൾ ഈ വർഷം മെയ് 30-ന് ഗുരുവായൂർ എന്ന പുണ്യഭൂമിയിൽ ആദ്യമായി കുടുംബത്തോടൊപ്പം എത്തി. പോകുന്നതിന് മുൻപ് 2 വട്ടം തടസ്സങ്ങൾ വന്നു. ഞാൻ കണ്ണനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഭഗവാനെ, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ തുലാഭാരം നടത്തണം. വേറൊന്നും ഞാൻ ഭഗവാനോട് പറയില്ല. വഴിപാട് നടത്തി ഒരു കുഴപ്പവും കൂടാതെ എല്ലാവർക്കും സന്തോഷത്തോടെ തിരിച്ചു വരാൻ കഴിയണം. അങ്ങനെ ഞങ്ങൾ തുലാഭാരം നടത്താൻ പറ്റുന്ന വഴിയിൽ ചെല്ലുമ്പോൾ ഭഗവാൻ അത് ആനപ്പുറത്ത് എഴുന്നള്ളി ഞങ്ങൾക്ക് അഭിമുഖമായിട്ട് വരുന്നു. എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി ഒന്നും ചോദിക്കാതെ ചുറ്റും വലം വെച്ച് തൊഴുതു പോന്നു. അങ്ങനെ ഞാൻ കണ്ണനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ മക്കളുമായി അകലെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി. വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉണ്ണിക്കണ്ണനെ വാങ്ങണമെന്ന മോഹമായിരുന്നു. ഞാനത് ഭർത്താവിനോട് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ വേണ്ടാന്ന്. കാരണം മറ്റൊന്നുമല്ല, ചെറിയ കുട്ടികളെയും കൊണ്ട് നീ ഒറ്റയ്ക്കല്ലേ എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഒരു ദേവീക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ തൊഴുതു. പിന്നെ അടുത്ത് മറ്റ് 2 ക്ഷേത്രം കൂടിയുണ്ട്, അവിടെയും പോയി. പിന്നെ കുറച്ചു ദൂരം പോയാൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അവിടെയും പോകണം. അത് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ അകത്തേക്ക് പോകാൻ പറ്റാത്ത വിധം ആളുകൾ. ഒരു വിവാഹം നടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, വേറൊരു ദിവസം പോവാം. തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് കണ്ണനെ വാങ്ങി തിരിച്ചു പോവാം. അങ്ങനെ ഞാൻ കടയിൽ കയറി. കണ്ണനെ വാങ്ങാൻ നോക്കിയിട്ട് ഒന്നും തന്നെ വില കൊണ്ട് അടുക്കുന്നില്ല. അവിടുന്ന് അടുത്ത കടയിലേക്ക് പോയി. അവിടെയും അതേ അവസ്ഥ. അവസാനം ഞാൻ കണ്ണനെ പിന്നീട് വാങ്ങാമെന്ന് വെച്ച് ഒരു ബുക്ക് മാത്രം വാങ്ങി. അതിനുള്ള കാശ് കൊടുക്കാനായി നിൽക്കുമ്പോൾ എൻ്റെ കുട്ടിക്കുറുമ്പികൾ അവിടെ വെച്ചിരുന്ന ഒരു കണ്ണനെ 6.5 വയസ്സുള്ള മൂത്ത മകൾക്കൊപ്പം പൊക്കം വരും. അവിടെ ഉള്ളതിൽ ഏറ്റവും വലുത് മറിച്ചിട്ടു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഞങ്ങളെ നോക്കാൻ തുടങ്ങി. എനിക്കെൻ്റെ ബോധം പോകുമെന്ന് തോന്നി. ഞാൻ ആകെ വിഷമിച്ചു. കടക്കാരൻ പറഞ്ഞു, നിങ്ങളത് കൊണ്ടുപോയിക്കോളൂ, 4200 രൂപയാവുമെന്ന്. എൻ്റെ കയ്യിൽ അത്രയും കാശുമില്ല. പിന്നെ വേഗം ഞാൻ കയ്യിലെ മോതിരം വിൽക്കാമെന്ന് കരുതി ഒരു കടയിൽ ചെന്നു. 1 ഗ്രാം പോലും ഇല്ലാത്ത മോതിരമായിരുന്നു. അവരെ അതിന് 4000 ഒന്നും കിട്ടുമില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറൊരു കടയിൽ ചെന്നു. 4000 കിട്ടില്ലെന്ന് പറഞ്ഞെടുത്ത് 6000 രൂപ തന്നു. അങ്ങനെ പൊട്ടിയ കണ്ണനെയും കൊണ്ട് വണ്ടി വിളിച്ച് പോരുകയാണ് വീട്ടിൽ. വഴിനീളം ഭർത്താവിനെ പറ്റിയായിരുന്നു ചിന്ത. ഭർത്താവ് എന്ത് പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു. ജോലി കഴിഞ്ഞ് ഭർത്താവ് വന്നു. വല്ലാണ്ട് ദേഷ്യപ്പെടുന്ന ആള്. അന്ന് വല്ലാണ്ട് ചിരിക്കുകയായിരുന്നു. എനിക്ക് പകുതി സമാധാനം വന്നു. കൃഷ്ണന്റെ പൊട്ടിയ ഭാഗങ്ങൾ ഒട്ടിക്കാനും എന്നോടൊപ്പം കൂടി. കണ്ണനെ കൊണ്ടുവന്ന് 1 മാസം പൂർത്തിയായപ്പോൾ എനിക്കൊരു എമർജൻസി സർജറി വേണ്ടി വന്നു. ICUവിൽ കിടന്നു. 12 മണിക്കൂർ വേദന കൊണ്ട് പൊളയുമ്പോഴും സർജറി കഴിഞ്ഞ് ഡോക്ടേഴ്സ് എന്നെ തട്ടി വിളിക്കുമ്പോഴും ഞാൻ ഓം നമോ നാരായണ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഭഗവാന്റെ പരീക്ഷണങ്ങൾ ഒന്നും തീർന്നിട്ടില്ല എന്നറിയാം. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ശക്തി തരണമേ ഗുരുവായൂരപ്പ. ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഈ അനുഭവം നിങ്ങൾ എല്ലാവരും കേട്ടുല്ലേ? കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാൻ ത്രിമധുരത്തിലേക്ക് വരിക. ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിനിലൂടെ വന്നു കഴിഞ്ഞാൽ പ്രീമിയം മെമ്പേഴ്സിന് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെ വാങ്ങാം. ഹരേ കൃഷ്ണ.